പല സുഹൃത്തുക്കൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സാധാരണഗതിയിൽ സിനിമയിൽ തുടർച്ചയായി പടങ്ങൾ പൊട്ടിക്കുന്ന നടന്മാരാണ് ഫീൽഡ് ഔട്ടായി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലെല്ലാം തുടർച്ചയായി പടം പൊട്ടിച്ചിട്ട് ഫീൽഡ് ഔട്ടാകേണ്ട ആൾക്കാരാണ്. പക്ഷെ അവരൊന്ന് ഫീൽഡ് ഔട്ടായി ഇപ്പോഴും അവരഭിനയിക്കും. അതേസമയം 100 കോടി ക്ലബിൽ ഒരു പടം എത്തിച്ചിട്ട് അതിനുശേഷം പടമില്ലാത്ത ഒരു നടനെക്കുറിച്ച് എന്ന് പറയാൻ പോകുന്നു. ഉണ്ണി മുകുന്ദനെ കുറിച്ച്. ഉണ്ണി മുകുന്ദൻ പിന്നെ മാർക്കോ എന്നുള്ള പടത്തിൽ അഭിനയിച്ചിട്ട് 100 കോടിയോ 150 കോടിയായിട്ടും കിട്ടി. ഭയങ്കര അന്നത്തെ പ്രചാരണമായിരുന്നു. ഉണ്ണി മുകുന്ദ സിനിമയിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ മാത്രം മതി സിനിമയിൽ, മറ്റാരും വേണ്ട, ഇനി എൻ്റെ കാലമാണ് അതെല്ലാം പറഞ്ഞിട്ട് 100 കോടി ക്ലബ്ബ് കയറിയ നടന് പിന്നെ അഡ്രസ്സേ ഇല്ല. ആരും ഒരു പടത്തിൽ പോലും എടുക്കുന്നില്ല. അപ്പോൾ അത് എന്താണെന്ന് ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ ആരും അന്വേഷിക്കുന്നുമില്ല. ഒരു പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റായി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ പടങ്ങളുണ്ടാവും, കുറേ കിട്ടും. അതേ സമയത്ത് പൊട്ടിയ നടന്മാരെ ആൾക്കാർ വിളിക്കുകയും ചെയ്യില്ല. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. മലയാളത്തിൽ പൊട്ടിയ നടന്മാരെല്ലാം ഇപ്പോഴും നിലവിലുണ്ട്. 100 കോടി ക്ലബിലെത്തിയ പിന്നെ ഉണ്ണി മുകുന്ദൻ, നെസ്ലെ, ഇവരൊന്നും കാണാനില്ല. നെസ്ലെ ഇടയ്ക്ക് ഒരു പടം മുഖം കാണിക്കും, പിന്നെ കാണാനില്ല. ഉണ്ണി മുകുന്ദനെ പിന്നെ കാണാനേ ഇല്ല, അഡ്രസ്സും ഇല്ല, ഒന്നിനും ഒരു പരസ്യത്തിൽ പോലും ഇല്ല ഉണ്ണി മുകുന്ദൻ. അപ്പോൾ ഈ അമ്മാന സംഘടന അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഉള്ളിലെ ചരട് വലി എന്താണെന്ന്, ആരെ ഒക്കെ ഒതുക്കുന്നത്, അതിനെക്കുറിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും ഔട്ടായ നടന്മാർ വീണ്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഓക്കെ.